ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു ഹോട്ടലിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത് അല്ലേ? യെസ്, നമ്മൾ ജിദ്ദയിലുള്ള ഓഫ്ലൈൻ മീറ്റപ്പ് വരുന്നുണ്ട് ഈ വരുന്ന സാറ്റർഡേ ഡിസംബർ 28-ന്. നമുക്ക് വെന്യൂ കിട്ടിയിരിക്കുന്നത് ജിദ്ദ നസീമിലുള്ള കാസ ഡിയോറ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ഒരു മീറ്റപ്പിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി, അതുപോലെ എന്താണ് ഈ ഒരു കരിയർ ക്ലാസ്സിൽ ഗൈഡൻസും ഒരു ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയേണ്ടി വരും. നമ്മൾ ഇപ്പോൾ ഓൾറെഡി 7 ബാച്ച് CV, കവർ ലെറ്റർ ആൻഡ് ഇൻ്റർവ്യൂ മാനേജ്മെൻറ്റ് ക്ലാസ് ഓൺലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ബാച്ച് ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രൊബേഷൻ പീരീഡ്. പിന്നെ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ, പലർക്കും ജോബ് കിട്ടിയതിൻ്റെ ശേഷം 1 വീക്ക് കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്തിട്ടുണ്ടാകും. കാരണം അവരുടെ ഒരു റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു സ്കൂളിന് വേണ്ട ഒരു ടീച്ചർ ആവില്ല. ഡെമോയിലുള്ള ഒരു പെർഫോമൻസ് ഒരു പക്ഷേ സ്കൂളിൽ ജോയിൻ ആയതിൻ്റെ ശേഷം അവരിൽ നിന്ന് കാണില്ല. ഇങ്ങനെ പല റീസൺ കൊണ്ടാണ് അത് നടക്കുന്നത്. സോ അതിനുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് കൊടുക്കാൻ നമ്മൾ ഓൺലൈനിൽ 4 ഡേയ്സ് ക്ലാസ് തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് അറ്റൻഡ് ചെയ്തു. അതുപോലെ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ജിദ്ദയിലുള്ള കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ കമ്പനിയിൽ ജോലി നോക്കുന്നവരുണ്ട്, കുറേ പേര് വിസിറ്റിലാണ്, കുറേ പേര് ഫാമിലി വിസയിൽ വന്ന് നിൽക്കുന്നുണ്ട്, അതുപോലെ കുറേ പേര് വർക്ക് വിസ എടുത്ത് വന്നിട്ടുണ്ട്. ബട്ട് അവർക്കറിയില്ല ഇനി എന്ത്, ഈ വിസിറ്റ് വിസയിൽ പോയാൽ ജോലി കിട്ടുമോ, അതോ കിട്ടിക്കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ജോബ് എടുത്തിന് വിസയിൽ വരണം, അതുപോലെ വർക്ക് വിസ ഏതൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ കമ്പനിയാണ് എടുക്കുന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അവർക്ക്. ഈ ഡൗട്ട്സും നമ്മളവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഓൺലൈൻ ട്രെയിനിങ് ക്ലാസ് കൊടുത്തതിലെ ഫസ്റ്റ് 2 ഡേയ്സിൻ്റെ ട്രെയിനിങ് നമ്മുടെ സമയം വരുന്നത് സാറ്റർഡേ 1:30 PM to 6 PM വരെയാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ 4 ഡേയ്സിൽ നമ്മൾ ഓൺലൈനിൽ കൊടുത്തൊരു ക്ലാസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ 2 ഡേയ്സിൽ കൊടുത്തിട്ടില്ല. എങ്ങനെയാണ് ഒരു CV നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓരോ വർക്ക് പ്ലേസിലേക്കും അതുപോലെ ഓരോ വേക്കൻസിക്ക് അനുസരിച്ചും നമ്മൾ CV മാറ്റി കൊടുക്കേണ്ട ആവശ്യം എന്താണ്, കരിയർ ഒബ്ജക്റ്റീവ്, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എന്തെല്ലാമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാവുമ്പോഴാണ് പെട്ടെന്ന് നമ്മളെ എംപ്ലോയർ നമ്മളെ തന്നെ സെലക്ട് ചെയ്ത് വിളിക്കുന്നത്, എങ്ങനെയാണ് ആ ജോബ് നമ്മൾ CV പ്രിപ്പയർ ചെയ്തതിൻ്റെ ശേഷം കവർ ലെറ്റർ എന്തിനാണ്, അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി CVയും കവർ ലെറ്ററൊക്കെ ആയി, ഇതവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് അവരിത് ഓപ്പണാക്കി നോക്കുമോ? 100 കണക്കിന് ഇമെയിൽ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അതിനിടയിൽ നിന്ന് നമ്മുടെ CV എങ്ങനെ അവർ സെലക്ട് ചെയ്യണം, അത് അട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ സബ്ജക്റ്റ് ലൈൻ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഗൈഡൻസ്. പിന്നെ ഇതെല്ലാം കൊടുത്തു, ഇൻ്റർവ്യൂവിന് വിളിച്ചു. നമ്മൾ ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമ്മുടെ പെർഫോമൻസിൽ അവരെ കാണിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് പേടിച്ചിരിക്കാൻ പറ്റില്ല. ഇൻ്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ മുമ്പും അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ അവിടെ ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ കമ്പനിയിൽ എത്തിയതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, അങ്ങനെ ഒരു ടോട്ടൽ ഇൻ്റർവ്യൂ മാനേജ്മെൻറ്റ്. ഇതായിരുന്നു നമ്മളുടെ 2 ഡേയ്സ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുതന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്കൂളിലെ സൗദി പ്രിൻസിപ്പളാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ടില്ല, എഡ്യൂക്കേഷൻ മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയവും, നിങ്ങൾക്ക് ഇനി ഏത് അറ്റസ്റ്റേഷനാണ് വേണ്ടത്, ഈ വിസയിൽ വന്ന് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അതവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് നേരിട്ട് തന്നെ ട്രെയിനിങ് ക്ലാസ് നടത്താം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് കിട്ടുന്നത് ജിദ്ദയിലുള്ളവർക്കാണ്. ജിദ്ദയിലുള്ളവരെന്ന് പറഞ്ഞാൽ സൗദിയിൽ നിങ്ങൾ റിയാദ്, ഹൈല്, തോയിഫ് എവിടെയുള്ളവരാണെങ്കിലും സാറ്റർഡേ നിങ്ങൾക്ക് വെന്യൂവിൽ എത്തിച്ചേരാൻ പറ്റുമോ, നിങ്ങളിങ്ങ് പോര്. ബട്ട് ഇതിന് നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. കാരണം ഹോട്ടലിൽ നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവിടെ ഹോളിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒരു കാര്യം ചെയ്യാം, നമ്മളിവിടെ കൊടുത്തിട്ടില്ല ഈ ഒരു ബുക്കിംഗ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ ബുക്കിംഗ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. പേയ്മെൻറ്റ് ഒന്നുകിൽ GPay, STC പേ, അതില്ലെങ്കിൽ വെന്യൂവിലും നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമുക്ക് 50+ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ കുറച്ച് സീറ്റും കൂടെ ഉള്ളൂ ബാക്കി. അതിലേക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങൾ ജോബ് നോക്കുന്നവരാണോ, സൗദി അറേബ്യയിലുള്ളവരാണെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യാം.
അപ്പോൾ അല്ലാത്തവരെന്താ ചെയ്യേണ്ടത്? നാട്ടിൽ നിന്ന് വിസ, ജോബ് അല്ലാത്തതൊക്കെ നോക്കുന്നവരുണ്ട്. നിങ്ങൾക്കുള്ളത് എന്താണ്? ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലാസ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ട്. നിങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്യാം ഈ നമ്പറിൽ തന്നെ. അപ്പോൾ നിങ്ങൾ കൺട്രി കോഡ് വെച്ചിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഇത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ നാട്ടിലുള്ളവർക്ക് വേണമെങ്കിൽ കേരളത്തിലെ നമ്പറിൻ്റെ വാട്സപ്പ് ഉണ്ട്, അതും നമ്മൾ താഴെ കൊടുക്കാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ളതും. നാട്ടിലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ജോബ് നോക്കുന്നവരാണോ, നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വാച്ച് ചെയ്ത് അതുപോലെ കാര്യങ്ങൾ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.